നിങ്ങൾ കുമ്മാട്ടി കേട്ടിട്ടുണ്ടോ? മുണ്ടൂർ കുമ്മാട്ടി. ഈ കുമ്മാട്ടിക്ക് ഈ ക്ഷേത്രത്തില് ഈ ഒരു പ്രദേശത്ത് വരുന്ന ഒരു ഐറ്റംസ് ഉണ്ട്. 8 മണി തൊട്ട് 10 മണി വരെയാണ് ആ ഐറ്റംസ് ഇവിടെ വരിക. എന്താണല്ലേ നിങ്ങൾ കണ്ടു കേട്ടോ. മുണ്ടൂർ കുമ്മാട്ടിക്ക് കരിവേഷങ്ങള് കുമ്മാട്ടിക്ക് മാത്രമല്ല ഒരു പ്രത്യേകത ഒരു വേഷമാണ്. ആര്യമേല പറയും. വർഷം തോറും നായാടി വേഷമാരി കെട്ടി രാവിലെ നേരത്തെ ഊര് ചുറ്റി നടക്കുന്ന ഒരു വേഷമാണ്. മുണ്ടൂർ കുമ്മാട്ടിക്കിന്റെ ഒരു പ്രത്യേകതയാണിത്. ഒരു പാലക്കഴി ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യമായി നടന്നു വരുന്ന ഒരു വേഷമാണ് മുണ്ടൂർ കുമ്മാട്ടിന്റെ. ഇതാണ് പ്രത്യേകതരമായിട്ടുള്ള വേഷം. ഇത് എത്ര മണി തൊട്ടിട്ടാണ് തുടങ്ങുക? ഇത് രാവിലെ 7 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും? ഞങ്ങൾ 7 മണി തൊട്ടിട്ട് കാവ് കയറുന്ന വരെ ഇത് വേഷം അയക്കാറില്ല. സാധാരണ ഊര് ചുറ്റി നടക്കുന്നത് വഴിപാട് തന്നെയാണ്. അത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് ഈ കരിവേഷം. വർഷം തോറും കെട്ടി വരുന്നത് അത് ഒരു വഴിപാട് മാതിരി വർഷം കെട്ടി വരുന്നതാണ്. ഇത് ഇന്ന ഒരു ആൾക്കാർക്ക് മാത്രമേ കെട്ടാൻ പാടും അങ്ങനെ ഉണ്ടോ? ഇല്ല, ആർക്കും. ഈ മുണ്ടൂർ ഭാഗത്തുള്ള ആർക്കും ജാതി ഭേദമന്യേ എല്ലാവർക്കും കെട്ടാം. കുമ്മാട്ടി വേഷമാണ് ഇത്. മെയിനായിട്ട് കരിവേഷമാണ് നമ്മുടെ പാലക്കീഴ്ക്കാവില് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ പൂർവികരായിട്ട് കെട്ടിവരുന്ന ഒരു വേഷമാണ് കരിവേഷം. ചെവിയിലെ മുളക് അതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇത് ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട്. അതെ. കരിവേഷത്തിന്റെ അമ്മന്റെ അമ്മ ഭദ്രകാളിയായിട്ട് വെളിയിൽ വന്നിരിക്കുമ്പോൾ ഉള്ള ആ വേഷമാണ് ഈ കരിവേഷത്തിന്റെ. ഇതൊരു പ്രാർത്ഥനയായിട്ട് ചെയ്യുന്നതാണോ? നമ്മൾക്ക് ഒരു വർഷത്തിൽ നമ്മളിത് ചെയ്ത് നമുക്ക് അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവും. നമുക്ക് ആയുരാരോഗ്യം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഒരു വേഷമാണ് കരിവേഷം. 4 ദേശമുണ്ട്. 4 ദേശത്തിലുള്ള എല്ലാവരും കരിവേഷമാണ് മെയിനായിട്ട് കെട്ടുക. ഇത് ഈ ഒരു ദിവസമാണ് കെട്ടുക. ഈ കുമ്മാട്ടി. ഇത് എത്ര സമയം വരെ ഉണ്ടാവും? ഇത് നമ്മൾക്ക് ഇന്ന് അത് വൈകുന്നേരത്തിനുള്ളിൽ വരെ വേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇല്ല, നമ്മള് കാലത്ത് ഇറങ്ങിയതാണ്. നമ്മുടെ പ്രദേശത്ത് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളെ വർഷം തോറും ഇവിടെ വന്ന് തൊഴുതാറുള്ളതാണ്. എല്ലാ വർഷവും മടങ്ങാതെ കെട്ടാറുണ്ട്. ഞങ്ങളെ ചളർക്കാടാണ് ഞങ്ങളുടെ ദേശം. ചളർക്കാട് നാമ്പളിക്കര ദേശം നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളൂ. അത് ഈ ക്ഷേത്രത്തിന് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ്. കൂടുതൽ ദൂരം അങ്ങനെ കയറിയിട്ടാണ് വരാറുള്ളത്. അതെ അതെ ഉണ്ടാവുക.